Okay, mark your attendance now. Then, in last class, we studied about the public facilities. Then, now we are going to learn about the law and social justice. 10th chapter, law and social justice. Seventh lesson തൊട്ട് നോട്ട് തരാനുണ്ടല്ലേ? ഞാനേ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോയില്ലായിരുന്നേ വീട്ടിലേക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുപോയിട്ട് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്യാം. Law and social justice. Then in your class 7, you studied about the story of a shirt. Did you study story of a shirt? Arduaya allarum. A shirt, story of a shirt. In 7th class, you studied about a story about a shirt, the story of a shirt. We saw there that the chain of markets links the producer of cotton to the buyer to the skirt in the supermarket. Buying and selling was taking place at every step in the chain. In that story of a shirt, we saw the chain of markets link the producer of cotton to buyer of the shirt in the supermarket, and buying, selling was take place at every step in chain. ആദ്യം ആ സ്റ്റോറി ഓഫ് ഷർട്ടില് നമ്മൾ പഠിച്ചു, ഒരു ഷർട്ടിന്റെ ആ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാർമറിന്റെ അടുത്ത് നിന്നും ആ കോട്ടൺ വാങ്ങി അത് എങ്ങനെയൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്ത് അതെല്ലാം ചെയ്തതിനു ശേഷം സൂപ്പർ മാർക്കറ്റിൽ വരികയും അത് നമ്മൾ മേടിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സ്റ്റോറി ഓഫ് എ ഷർട്ട്. Many of the people directly or indirectly involved in the production of the shirt. ഒരാൾ പ്രൊഡക്റ്റ് കോട്ടൺ ഗ്രോ ചെയ്ത് അവിടെ നിന്ന് ഷർട്ട് ഫാർമർ തന്നെയല്ല അതെല്ലാം ചെയ്യുന്നല്ലേ. Many of people directly or indirectly involved in the production of the shirt. അതായത് ഒരു കോട്ടണിൽ നിന്നും ഒരു ഷർട്ട് ഉണ്ടാക്കാൻ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമേഴ്സ്, പിന്നെ അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ്, അതിൻ്റെ ഹാർവെസ്റ്റ്, പിന്നീട് അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി അത് വേർതിരിക്കല്, പിന്നീട് അത് ക്ലോത്ത് ആക്കല്, പിന്നീട് അത് അതിന് ഡിസൈൻ ചെയ്യല്, സ്റ്റിച്ച് ചെയ്യല്, പിന്നെ അത് വിൽക്കല്, വാങ്ങല്, ഇതെല്ലാം ഒത്തിരി പ്രോസസ് ഉണ്ട്. ഓക്കെ, മെനി ഓഫ് ദ പീപ്പിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി involved the production of the shirt. The small farmer producing cotton and the weavers of Erode or workers in the garment. Erode, Tamil Nadu, Erode മെയിൻ ആയിട്ടും വസ്ത്ര നിർമ്മാണത്തിന്റെ ഫാക്ടറീസ് കൂടുതലുള്ളത്. ടെക്സ്റ്റൈൽ എന്താ ഫാക്ടറീസ് കൂടുതലുള്ളത് ഈറോഡ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ സ്ഥലത്താണ്. ഓക്കെ, എ സ്മോൾ ഫാർമർ ഗ്രോ cotton
and weavers of Erode. അവര് ഈറോഡിലൊക്കെ ചെന്നാൽ എല്ലാ വീടിന്റെ മുന്നിലും അവരൊരു ഷെഡ് പോലെയൊക്കെ കെട്ടി അവിടെ വീവിങ്, അതായത് എന്താ ആ നൂല്, കോട്ടണിൽ നിന്നും നൂല് ഇങ്ങനെ ഉണ്ടാക്കുന്നതും പിന്നീട് ചിലടത്ത് അത് ക്ലോത്ത് ആക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത് എല്ലാം ഉണ്ട് അവിടെ മിക്ക വീടുകളിലും. ഓക്കെ, അവരൊരു എന്താ കോട്ടൺ ഇൻഡസ്ട്രി പോലെയുള്ള ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ വലിയ വ്യവസായ സംരംഭങ്ങളും ഉണ്ട്, ഫാക്ടറീസ്. ഓക്കെ, then the weavers of Erode or workers in the garment exporting the factory face exploitation of or an unfair situation in the market. Then ഒരു കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമേഴ്സ് അവരിൽ നിന്നും വീവേഴ്സ് വാങ്ങിയതിന് ശേഷം അവരതൊരു ക്ലോത്ത് ആക്കി മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അവർ ഒത്തിരി എക്സ്പ്ലോയിറ്റേഷന്, അതായത് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അവർക്ക് വളരെ ചെറിയ എമൗണ്ടേ കിട്ടുന്നുള്ളൂ. പക്ഷെ അവരത് ക്ലോത്ത് ആയിട്ട് വിൽക്കുമ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ the workers in the garment exporting factory face exploitation or unfair situation in the market. വർക്കേഴ്സ്, ആ ക്ലോത്ത് ഉണ്ടാക്കുന്ന വർക്കേഴ്സിന് അവര് ഡെയിലി ഒരു പക്ഷേ ഒരു 300, 400 അങ്ങനെയൊക്കെ പേ ചെയ്യുള്ളൂ. പക്ഷെ ഒരു ഷർട്ട് അത് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വിൽക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? നല്ല എമൗണ്ടിനായിരിക്കും അല്ലെ, 1000 രൂപ. അപ്പൊ ഈ ഫാക്ടറി ഓണേഴ്സിന് നല്ല പ്രോഫിറ്റ് ആണ്. ഓക്കെ, ദെൻ എക്സ്പ്ലോയിറ്റിംഗ്, ചൂഷണം ചെയ്യുകയാണ് അവരെ. ഓക്കെ, the workers in the garment exporting factory faced exploitation or an unfair situation in the market. Markets everywhere tend to be exploitive of people, whether as workers, consumers and producers. നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ ബാർഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വില പേശി വാങ്ങുക. പക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അവര് കടക്കാർ ഒരു 1000 രൂപ പറഞ്ഞാൽ വാങ്ങാൻ ചെല്ലുന്നവര് ഒരു 300 തുടങ്ങും. 300, അന്നേരം കടക്കാർ പറയും തരാൻ പറ്റുമല്ല, എന്നാൽ 400, അങ്ങനെ വില പേശില് ബാർഗെയിൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, മാർക്കറ്റ്സ് എവരിവെയർ tend to be exploitive of people. മാർക്കറ്റിൽ ഒരു സാധനം സപ്പോസ് നമ്മുടെ പാടിച്ചാൽ തന്നെ ചില കടകളിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഒരു 50 പൈസയുടെയോ 1 രൂപയുടെ ഒക്കെ ഡിഫറൻസ് വരും അല്ലേ. അപ്പൊ 2 പേര് ഒരു കടയിൽ പോയി, 2 കടകളിൽ പോയി ഒരേ സാധനം വാങ്ങി. ഒരു കടയിൽ ചെല്ലുമ്പോൾ അവർ 50 പൈസയോ 1 രൂപയൊക്കെ കുറച്ച് തരും. ഒരു കടയിൽ ചെല്ലുമ്പോൾ 50 പൈസയോ 1 രൂപയൊക്കെ കൂട്ടും അല്ലേ, കൂടുതൽ വാങ്ങും. അപ്പം അവിടെയും ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് അല്ലേ. നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കടകളിലും ഒരേ എമൗണ്ട് ആയിരിക്കുമോ ഒരു ക്ലോത്തിന് അല്ലെങ്കിൽ ഒരു സാധനങ്ങൾക്ക്? സോ ദേ ആർ എക്സ്പ്ലോയിറ്റിംഗ് ദ പീപ്പിൾ, വെദർ ആസ് വർക്കേഴ്സ്, കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് അല്ലെ, വാങ്ങുന്നവർ കൺസ്യൂമേഴ്സ്, ഓർ പ്രൊഡ്യൂസേഴ്സ്. ടു പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം സച്ച് എക്സ്പ്ലോയിറ്റേഷൻ, the government makes certain laws. So to protect the people or workers or consumers or producers from the exploitation, ചൂഷണത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ the government makes certain laws. വിവിധ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. These laws try to ensure that the unfair practices are kept at the minimum in the markets. Here, the government brought some laws to protect the people from exploitation. So these laws try to ensure that unfair practices are kept at a minimum in the markets. ആ നിയമങ്ങൾ വഴി അൺഫെയർ പ്രാക്ടീസസ്, അതായത് തോന്നുന്ന വില ഈടാക്കലിൽ നിന്നും കുറേയൊക്കെ ആ നിയമം കൊണ്ട് കുറേയൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ടു പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം
such exploitation, the government makes certain laws. These laws try to ensure that the unfair practices are kept at a minimum in the market. Then what do you understand law and social justice? What do you understand from this page, from this? You മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ല ആർക്കും? എങ്ങനെയാണ് ഈ മാർക്കറ്റുകളിൽ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ ഗവൺമെന്റ് എങ്ങനെയാണ് തീർക്കാൻ തീരുമാനിച്ചത്, നിർത്തലാക്കാൻ തീരുമാനിച്ചത്? ഏത് നിയമങ്ങൾ വഴി അല്ലേ? റൂൾസ് വഴി, ജസ്റ്റിസ്. ഓക്കെ, ലോസ് വഴി. അപ്പൊ എവിടെ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ ആണ്? Workers, consumers and producers, they are facing exploitation. Workers, consumers and producers. To protect the people from the exploitation, the government makes certain laws. Okay, let us take a common market situation where the law is very important. This is the issue of workers' wages. Then first, the common market situation. Is the important issue is issue of workers, the wages. What is wages? Wages no enda? Wages. ആർക്കും അറിയില്ലേ? കൂലി. ചെറിയ വേർഡുകളുടെ മീനിങ് അറിയില്ലേ? ഓക്കെ, വേജസ് എന്ന് പറഞ്ഞാൽ ആ വർക്കേഴ്സിന്റെ കൂലിയിലാണ്, കൂലി. ഓക്കെ, ദെൻ the main important issue of workers' wages. The private companies, contractors, business person normally want to make as much profit as they can. അതായത് കമ്പനികളിലും മാർക്കറ്റ് കോൺട്രാക്ടേഴ്സ് ഒക്കെ അവർക്ക് പ്രോഫിറ്റിന് വേണ്ടിയാണല്ലേ കോൺട്രാക്ട് ഒക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലേ? യെസ്. ഓക്കെ, പ്രോഫിറ്റിന് വേണ്ടിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? പ്രോഫിറ്റ് ഇപ്പം ഇപ്പൊ സപ്പോസ് ആരാണ് ഇജാസ് ഒരു ഫാക്ടറി തുടങ്ങി, നല്ലൊരു വലിയ ഫാക്ടറി തുടങ്ങി. ഇജാസ് ഞാൻ പറയാ നമുക്ക് ചെറിയ എമൗണ്ട് തുടങ്ങി, ഒരു 2 lakhs ഒരു ചെറിയ ഒരു ഫാക്ടറി തുടങ്ങി. അവരുടെ ഒരു 2-3 മെമ്പേഴ്സിനെ വർക്കേഴ്സായി നിയമിച്ചു. അപ്പോൾ 2 lakhs ഒരു ചെറിയൊരു ഫാക്ടറി തട്ടിക്കൂട്ടി അതിൽ ഒരു 3 മെമ്പേഴ്സിനെ വർക്കേഴ്സായി നിയമിച്ചു. അപ്പൊ ഇജാസ് എന്താ നോക്കുന്നത്? എപ്പോഴും വർക്കേഴ്സിന് കൂടുതൽ കൂലി കൊടുത്ത് അവരുടെ ക്ഷേമം നോക്കുമോ, ഇജാസിന് പണം കിട്ടാൻ, പ്രോഫിറ്റ് കിട്ടാനുള്ള ഇത് നോക്കുമോ? എന്താ ഇജാസ് ചെയ്യല്? ഇജാസ് എന്ത് ചെയ്യും? ഇജാസ് രണ്ടും നോക്കും. രണ്ടും നോക്കും അല്ലേ? ഇജാസിനെ പോലുള്ള നല്ല മനസ്സുള്ള ബിസിനസ്മാൻ അങ്ങനെ നോക്കും. പക്ഷെ മിക്കവാറും ബിസിനസ്മാന് എന്തായിരിക്കും? അവരുടെ പ്രോഫിറ്റേ നോക്കാറുള്ളൂ. ഇപ്പോൾ പുറത്ത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഓരോ വീടുകളിലൊക്കെ സ്ഥിരം പണിയാണെങ്കിൽ അവർക്ക് കൂലി കുറവായിരിക്കും അല്ലേ? ഇപ്പൊ നമ്മള് ഒരു
കോൺട്രാക്ട് നമ്മുടെയൊക്കെ അടുത്ത് കോൺട്രാക്ട് കല്ലുകെട്ടുകാർക്കൊക്കെ എത്ര രൂപയാണ്? 600, 700 രൂപയുണ്ട് അല്ലേ? അതേസമയം അവര് തന്നെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഒരു വീട്ടിലോ ഒരു പറമ്പിലോ പണി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 600, 700 രൂപ കിട്ടുമോ? ഇല്ല, അവർക്ക് ചെറിയ എമൗണ്ടേ കൊടുക്കുള്ളൂ. അതെന്തുകൊണ്ടാ? അവർക്കെന്നും ജോലി കിട്ടുന്നുണ്ട്, അതൊരു വസ്തുത. പിന്നെ എന്താണ്, ഇവരുടെ പ്രോഫിറ്റ് നോക്കുകയുള്ളൂ എപ്പോഴും. ഓക്കെ, സോ private companies, contractors, business person normally want to make much profit they can. അവർക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അവര് വർക്കേഴ്സിന് കുറഞ്ഞ കൂലി കൊടുക്കും അല്ലേ? പിന്നെ വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റ് കൂട്ടുന്നത്. ഓക്കെ, ഇൻ ദ ഡ്രൈവ് ഫോർ പ്രോഫിറ്റ്സ് they might deny workers for their right and not pay them wages. പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി വർക്കിംഗ് അവേഴ്സ് കൂട്ടും അല്ലേ? രാവിലെ 8 to 5 അല്ലെങ്കിൽ 8 to 7 to 6 അങ്ങനെ കൂടുതൽ സമയം ഈ ഫാക്ടറി ഓണേഴ്സ് ഈ വർക്കേഴ്സിന് എന്ത് കൊടുക്കും? ടൈം കൊടുക്കും, വർക്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കും. ആൻഡ് വേജസ് കുറച്ച് ടൈം കൂട്ടും. അപ്പോഴെന്താണ്? പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടിയാൽ അത് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ ആർക്കാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? ഓണർക്ക് അല്ലേ? ഓക്കെ, they might deny workers their rights. അവർക്ക് സമയം, അവരുടെ വർക്കേഴ്സിന്റെ റൈറ്റ്സ് എന്താണ്? കറക്റ്റ് ടൈം, ഒരു ഫിക്സഡ് ടൈമാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഓണേഴ്സ് എന്ത് പറയും? കൂടുതൽ സമയം വർക്ക് ചെയ്യണം. സോ the deny workers their rights and not pay them wages. What is wages? Wages എന്ന് പറഞ്ഞാൽ എന്താ? കൂലി. Okay. In the eyes of the law, it is illegal or wrong to deny workers their wages. Government കൊണ്ടുവന്ന ലോസ് പ്രകാരം deny the workers right, അവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നത് ഇല്ലീഗലാണ്. or wrong to deny workers their wages. Similarly, to ensure that the workers are not underpaid or are paid fairly, there is a law on minimum wages. ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നു? ഒരു പുതിയ ലോ കൊണ്ടുവന്നു. ആ ലോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ ജോലികൾക്കും ഓരോ മിനിമം വേജസ് ഉണ്ട്, അത് കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കണം. A worker has to be paid not less than a minimum wages by the employer. The minimum wages are revised upward every few years. Then minimum wages എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, upward every few years, 2-3 വർഷം കൂടുമ്പോൾ ഈ മിനിമം വേജസ് കൂട്ടിക്കൊണ്ടിരിക്കും അല്ലേ? പണ്ടത്തെ പണിക്കാർക്ക് എത്ര രൂപയായിരുന്നു? 200, 300 രൂപയായിരുന്നു അല്ലേ? ഇപ്പോഴും 600, 700, 800 എല്ലാം എത്തി അല്ലേ? That means the minimum wages are revised upwards every few years. Then as with the law on minimum wages, which is meant to protect workers. എന്തിനാണ് ഈ മിനിമം വേജസ് കൊണ്ടുവന്നിരിക്കുന്നത്? To protect the workers. അവര് ചെയ്യുന്ന പണിക്ക് ഒരു മിനിമം വേജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, there are also laws that protect the interest of producers and consumers in the market. These help ensure that the relations between these three parties, ഏതൊക്കെയാണ്? വർക്കർ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വർക്കേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ കൺസ്യൂമർ, ആ പ്രോഡക്റ്റ് വാങ്ങാനുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അത് ഉണ്ടാക്കാനുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടി മണി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊഡ്യൂസർ. ഓക്കെ, then the laws that protect interest of producers and consumers in the markets.
This help ensure that the relations between these three parties. Who are the three parties? The worker, the consumer, and the producer are governed in a manner that is not exploitative. Okay? നിയമം മൂലം നിയമം വർക്കേഴ്സിന് മാത്രമല്ല നിയമം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. ഓക്കെ, പിന്നെ കൺസ്യൂമേഴ്സിനുള്ള നിയമങ്ങളുണ്ട്. ഒരു വസ്തുവിന് ഇത്ര രൂപയും കൂടുതൽ വാങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷെ അത് അധികം ആരും പാലിക്കാറില്ല അല്ലെ, അവരവരുടെ ഇഷ്ടത്തിന്. ഓക്കെ, സോ അവരവരുടെ ഇഷ്ടത്തിന് പറഞ്ഞാൽ ഇപ്പൊ ഫെയ്ത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, നല്ലൊരു ഫുട്ബോൾ ഉണ്ടാക്കി, എന്തെങ്കിലും പേപ്പർ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ നല്ലൊരു ഫുട്ബോൾ ഉണ്ടാക്കി. അപ്പം ഫെയ്ത്തിനോട് ഒരു ഫ്രണ്ട് ചോദിച്ചു, എടാ അത് എനിക്ക് തരുമോ, ഞാൻ 100 രൂപ തരാം. ഇല്ല തരുന്നില്ലെന്ന് പറയും. അപ്പൊ വേറൊരാൾ പറയും ഞാൻ 500 രൂപ തരണം. ഫെയ്ത്ത് എന്ത് ചെയ്യും? എന്നാ വെറുതെ കാശ് 500 രൂപയ്ക്ക് വിൽക്കുക അല്ലെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം നടക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് കുറെ റൂൾസ് ആൻഡ് ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ? പക്ഷെ അത് അങ്ങനെ വെക്കുന്നത് കറക്റ്റ് ആണോ? അല്ല. ഇപ്പം അത് ഉണ്ടാക്കാനെടുത്ത് എമൗണ്ട് ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടാക്കാൻ വേണ്ടി ഒരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ സ്പെൻഡ് ആയിട്ടില്ല, ചിലവഴിച്ച് കാണും ഫേക്ക്. 100 രൂപയ്ക്ക് വിറ്റാൽ കറക്റ്റ് ആണ് ലാഭം, പ്രോഫിറ്റ് അല്ലേ. 500 രൂപയ്ക്ക് വിൽക്കുമ്പോഴോ അത് ഇല്ലീഗലാണ്. ഇല്ലീഗലായിട്ട് വിൽക്കുന്നതായിരിക്കും. ഓക്കെ, അവിടെ എനിക്ക് കൂടുതൽ പ്രോഫിറ്റാ. പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സും വർക്കേഴ്സും തമ്മിൽ നടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് കുറച്ച് വേജസ് കൊടുത്ത് വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നു. ഇറ്റ് ഈസ് ഇല്ലീഗൽ. അതിന് ഗവൺമെന്റ് കുറെ ലോസ് ഒക്കെ കൊണ്ടുവന്നു ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ്. ഓക്കെ, കുറച്ച് പഠിച്ചാൽ മതിയല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ, വൈ ഡു വി നീഡ് എ ലോ ഓൺ മിനിമം വേജസ്? എന്തുകൊണ്ടാണ് നമുക്ക് മിനിമം വേജസ് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് എല്ലാവർക്കും മിനിമം വേജസ് ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം? ഗസ് ചെയ്ത് ഒന്ന് തിങ്ക് ചെയ്തേ. മണിക്ക് വിൽക്കാതിരിക്കാൻ. അല്ല, ഇവിടെ മിനിമം വേജസ്, വർക്കേഴ്സിന് മിനിമം വേജസ് കൊടുക്കണമെന്ന് പറയാൻ കാരണം എന്താ? വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ അല്ലേ. Okay, then find out what is the minimum wage for a construction worker in your state. സ്റ്റേറ്റിലെ നമ്മുടെ വില്ലേജിന്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കർക്ക് എത്ര വേജസ് കിട്ടും? നിങ്ങളൊക്കെ വീടുകളിലൊക്കെ വീട് പണിക്കും അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് എത്ര പേയ്മെന്റ് എന്ന് അറിയില്ല. എത്ര രൂപയാ? ഷോനെ പറഞ്ഞേ, ഒരു കൺസ്ട്രക്ഷൻ വർക്കർക്ക് എത്ര കിട്ടുന്നുണ്ട്, എത്ര കൊടുക്കുന്നുണ്ട്? 500-600 ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ അടുത്തോ? 900 ആണ്. ഏകദേശം 900-1000 ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ കൺസ്ട്രക്ഷൻ വർക്കിന്. അടുത്ത, ഡു യു തിങ്ക് ദ മിനിമം മെയിൻ ആയിട്ടുള്ള വർക്കർ ഈസ് ആഡിക്വേറ്റ്, ലോ ഓർ ഹൈ? അപ്പം 900 എന്നുള്ളത് ലോ ആണോ, കുറവാണോ, കൂടുതലാണോ? അല്ലെങ്കിൽ 500 എന്നുള്ളത് കുറവാണോ, കൂടുതലാണോ? നമുക്ക് കൂടുതലാ. കുറവ്. കാരണം കുറവെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറവല്ല, കുറവാണ്. കാരണം നമ്മൾ ആ 900 രൂപയ്ക്ക് മാർക്കറ്റിൽ പോയി ഒരു വെജിറ്റബിൾ ഷോപ്പില് അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പില് അങ്ങനെ എന്തെങ്കിലും ഒരു വീട്ടിലൊരു 3 കുട്ടികളോ 4 കുട്ടികളോ ഉണ്ടെങ്കിൽ 900 രൂപ അവർക്ക് എപ്പോഴും കുറവായിരിക്കും അല്ലേ. എക്സ്പെൻസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക.
നിങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപ എന്നിട്ട് ബേക്കറി പോകാൻ ബേക്കറി പോയി എന്തെങ്കിലും കഴിച്ചോന്ന് പറഞ്ഞാൽ 500 രൂപയും തീർത്തിട്ടല്ലേ വരാറുള്ളൂ. ലാസ്റ്റ് നോക്കുമ്പോ എത്രയാ, എന്നതാ കഴിച്ചത്, ഒരു പപ്സ് അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക് അങ്ങനെയൊക്കെ കഴിച്ചതുള്ളൂ. പക്ഷെ പൈസ തീർന്നല്ലേ. അപ്പം ആ പൈസ വേജസ് കൂടുതലായിരിക്കുമോ കുറവായിരിക്കും? നമ്മുടെ ഡെയിലി എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വേജസും കൂട്ടിക്കൊണ്ടിരിക്കണം അല്ലേ. നെക്സ്റ്റ്, ഹൂ സെറ്റ്സ് ദ മിനിമം വേജസ്? നിങ്ങളുടെ വില്ലേജിൽ ആരാണ് ഈ മിനിമം വേജസ് ആക്കുന്നത്, സെറ്റ് ചെയ്യുന്നത്? ആരായിരിക്കും? അച്ഛൻ. അച്ഛൻ. ആരായിരിക്കും? വർക്കേഴ്സാ? വർക്കേഴ്സാണല്ല, മിക്കവാറും വർക്കേഴ്സ് പറഞ്ഞു. ഇപ്പൊ എത്ര രൂപ കിട്ടും? ആ പേരൻസ്. അവരും അതെ, വർക്കേഴ്സ് പറയുമല്ലേ. വർക്കേഴ്സ് എന്ന് പറയും, അവിടെ പണിക്ക് ചെന്നപ്പം ഇത്ര രൂപ കിട്ടി, അതുകൊണ്ട് ഇനി മുതൽ ഇത്ര രൂപയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ. പക്ഷെ ഗവൺമെന്റ് ഒരു ലോ കൊണ്ടുവന്നിട്ടുണ്ട്, മിനിമം വേജസ് എല്ലാം അതനുസരിച്ച് വാങ്ങാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരു തെങ്ങ് കയറണമെങ്കിൽ ചില സ്ഥലത്ത് 30 രൂപ വാങ്ങുന്നുണ്ട്, ചിലയിടത്ത് 50, ഒരു തെങ്ങിനും 50 രൂപ വാങ്ങുന്നുണ്ട് അല്ലേ. അത് നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല. Okay, that is here. Look at the picture. Workers in a textile mill in Ahmedabad, faced with greater competition from power looms. A majority of the textile mills closed down during 1980s and 1990s. Power looms are small units with 4 to 6 looms. The owner operates them with the hired and the family labor. It is well known the conditions of the work in the power looms are far from satisfactory. Power looms, അതായത് ഇപ്പോഴത്തെ ഇതെല്ലാം പവർ ലൂംസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൂംസ് എന്ന് പറഞ്ഞാൽ നൂല്, എന്താ പറയുക, നൂലിൽ നിന്ന് ക്ലോത്ത് ആക്കുന്നതാണ് ലൂംസ്. അപ്പൊ അവിടെ ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്, അവിടെ മെഷീൻസ് ഉപയോഗിക്കുക. അതുവരെയും ആളുകളായിരുന്നു അവിടുത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവിടെ 80s to 90s that textile course during 18 to 90s, and power looms are small units with 4 or 6 looms. The owners operate them. The owners operate that power looms. Do you understand? Yes, miss. Okay. Can you read? Good lesson. Who can read the lesson? Page number 120 and 21. Ijaz, okay. First paragraph. Read first paragraph. Let us take a common market situation where the law is very important. This is the issue of workers' wage. Private companies, contractors, business persons normally want to make as much profit as they can. In the drive for profits, they might deny workers their rights and not pay them wages. For example, in the law, it is illegal or wrong to deny workers their wages. Similarly, to ensure that workers are not underpaid or are paid fairly, there is a law on minimum wages. A worker has to be paid not less than the minimum wage by the employer. The minimum wages are received onwards every few years. Okay, next paragraph.
Only 2 paragraphs is completed today. Who can do it? Alan. Strong. Okay, read it. Second paragraph. As with the law on minimum wages, which is meant to protect workers, there are also laws that protect the industries of Oh, producers and consumers in the market. This help ensure that the relation between these three parties, the worker, consumer, and producer, are governed in a manner that is not exploitative. what is the meaning of consumer? ആരാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്? ആരെയാണ് കൺസ്യൂമർ? ജോലിക്കാർ. ജോലിക്കാർ വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കളെയാണ്, അതായത് ആ പ്രോഡക്റ്റ് വാങ്ങുന്നവർ, ഓക്കെ, അത് ഉപയോഗിക്കുന്നവരെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ജോലി ചെയ്യുന്ന ആൾ, നിർമ്മിക്കുന്ന ആൾ. വർക്കേഴ്സ്, കൺസ്യൂമർ, നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ സ്വന്തമായി ഒന്നും പ്രോഡക്റ്റ് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെ, നമ്മളെല്ലാം വാങ്ങിക്കുവാണ്. അപ്പോൾ വാങ്ങുന്നവരെ എന്താണ് പറയുന്നത്? കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ. ഓക്കെ, കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ഓക്കെ, കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ. Then next, who will read? Faith. Okay. Read. എവിടെയായിരുന്നു മിസ്? First paragraph. Page number 121. Only 2 paragraphs I said. Page number 2. മിസ്, എന്റെ ഫോട്ടോ ഉള്ളു പേജിന്റെ. ഫോട്ടോയേ ഉള്ളൂ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? മിസ് അത് കണ്ടില്ല. നല്ല ആൻസർ. ശ്രീധർ പ്രസാദ്. 1 minute. Let us take a common market. Okay, read. Sridhar. Let us take a common Miss, I market will read. situation. No, you continue. I'll give chance to afterwards. Where the law is very important. This is the issue of workers' wages. Private companies, conductors, business persons normally want to make much profit as they can. In the drive for profit, they might deny workers their rights and not pay them wages. For example, in the eyes of the law, it is illegal or wrong to deny workers their wages. Similarly, to ensure the workers are not underpaid or are paid fairly, there is a law on minimum wages. A worker has to be paid not less than minimum wages by the employer. The minimum wages are revised upwards every few years. As with the law on the minimum wages, which is meant to protect workers, there are also laws that protect the interest of producers and consumers in the market. This helps ensure that the relation between these three parties, the workers, consumers, and producers, are governed in a manner that is not exploitative. Miss, അടുത്ത paragraph. Session is page number 121 to 3 times. Okay. Miss, Yes. അടുത്ത പാര ഞാൻ വായിക്കട്ടെ.
വായിച്ചു. As with the law on minimum wages, which is meant to protect workers, there are also laws that protect the interests of producers and Consumers. consumers in the market. Thus, help ensure that the relations between thus three parties, the workers, Parties. the worker, consumer, and producer are governed in a manner that is not exploitative. Okay. Okay, let me wind up the class. See you next class. Bye.